ആദ്യം തന്നെ നെഹമ്യാവ് മതിലൊക്കെ എവിടെയാ ഇടിഞ്ഞു കിടക്കേണ്ടതെന്നാ നോക്കിയത്. ഇടിഞ്ഞു കിടക്കുന്ന സാധനം ഒറ്റയടിക്ക് മതിലങ്ങ് വരട്ടെ എന്ന് പറഞ്ഞാൽ മതിൽ വരുമോ? വരില്ല. ഓരോ കല്ലും പറക്കി പറക്കി പണിയണം. പ്രിയ ദൈവമക്കളെ, ഓരോ വീക്ക്നെസ്സും മാറ്റി മാറ്റി വിടണം. ഓരോ ബലഹീനതയും ഓരോ ബന്ധനവും അഴിച്ചു അഴിച്ചു വിടണം. ഹല്ലേലൂയ. ദൈവത്തിന്റെ സന്നിധിയിൽ ആത്മാർത്ഥമായി താല്പര്യത്തോടെ ഇരിക്കാൻ തയ്യാറാണോ? ദൈവം ഓരോന്ന് അഴിച്ചു മാറും. അല്ലാതെ ഒറ്റയടിക്ക് എല്ലാം പോട്ടെ എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചനുസരിച്ച് പോകത്തില്ല. കാരണം വചനത്തിന്റെ ബൈബിളിലെ സിസ്റ്റം അങ്ങനെയാ. അതിലൊക്കെ ഓരോ കല്ലും പറക്കി പറക്കി ഫില്ലാക്കി ക്ലീൻ ആക്കി പോണം. യാഗപീഠം ഓരോന്ന് പറക്കി പറക്കി വെക്കണം. അല്ലാതെ ടക്കേ യാഗപീഠം വരട്ടെ, കല്ലൊക്കെ ഒറ്റ എടുത്ത് ഒറ്റ വീശുമ്പോഴത്തേക്കും കല്ല് യാഗപീഠമായിട്ട് വരുമോ? വരില്ല. അതൊക്കെ കറക്റ്റ് ആയിട്ട് പണിയണം. കറക്റ്റ് ആയിട്ട് പണിയാന്ന് പറഞ്ഞാൽ പ്രാക്ടിക്കലി നമ്മുടെ ഇപ്പോഴത്തെ ഈ ടൈം, ഈ കറണ്ട് അവസ്ഥയിൽ, ഈ പുതിയ നിയമ അവസ്ഥയിൽ എന്താണ്? നമ്മുടെ ഓരോ വീക്ക്നെസ്സിനെയും അഡ്രസ്സ് ചെയ്ത് പ്രാർത്ഥിച്ച്